വായനാവാരത്തിൽ കാർഷിക സമൃദ്ധിയിലേക്ക് ഒരു ഹരിതഭാവന. തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുന്നനാട് ഏലായിലെ പാടങ്ങളാണ് ഈ വായനാ ദിനത്തിൽ വീണ്ടും കതിരണിയുന്നത്. നീരാഴിക്കോണം ഭാവന ഗ്രന്ഥശാല ആൻഡ് കലാസാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ വീണ്ടും നെൽകൃഷി ആരംഭിക്കുന്നത്. മഹാമാരി കാലത്തിനിപ്പുറം അതിജീവനത്തിന്റെ പാതയിലാണ് ഗ്രാമങ്ങൾ. ജീവിതത്തെ നിലനിൽപ്പിന്റെ തട്ടകത്തിൽ നിന്ന് നോക്കിക്കാണാൻ പഠിച്ച കാലം, പിന്നിട്ട വഴികളിൽ കൈമോശം വന്ന നല്ല ശീലങ്ങളെയും രീതികളെയും പിന്തുടർച്ചകളെയും തിരിച്ചുപിടിക്കാൻ പിന്നെയും ഏറെ. അങ്ങനെ നന്മകളെ തിരിച്ചുപിടിക്കുവാനുള്ള വലിയൊരു ഉദ്യമത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ കുന്നനാട് ഏലായിൽ ഇന്ന് തുടക്കം കുറിച്ചത്. നെൽകൃഷി എന്ന കാർഷിക സംസ്കാരത്തിന്റെ ഗതകാല പ്രൗഢി വീണ്ടെടുക്കുവാനുള്ള ശ്രമം. കാടും പടർപ്പും കയറി തരിശുകിടന്ന പാടത്തിൽ തെളിനീരെത്തിച്ച് ഉഴുതുമറിച്ച് പരുവപ്പെടുത്തിയ ചേറിൽ വിരുന്നുകാരായി കൊറ്റികളും ചിത്തിരക്കൂട്ടങ്ങളും. കുന്നനാട് ഏലായിൽ ഇന്നലകളിലെ ആ നല്ല നാളുകൾ തിരിച്ചെത്തുകയാണ്. ഭാവന ഗ്രന്ഥശാല സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് നെൽകൃഷിയിലേക്കുള്ള ഈ തിരിച്ചുനടത്തം. സുഭിക്ഷ കേരളത്തിന്റെ ഭാഗമായി എല്ലാവരും കൃഷിയിലേക്ക് എന്ന പദ്ധതി പ്രകാരം കേരളത്തിലുടനീളം ഹെക്ടർ കണക്കിന് തരിശിടങ്ങൾ നെൽകൃഷിയിലേക്ക് തിരികെ എത്തി എന്നത് ശുഭസൂചനയാണ്. കൃഷിയും അനുബന്ധ ദിനചര്യകളുമായി ജീവിതം ക്രമപ്പെടുത്തിയ ഗ്രാമജീവിതങ്ങളിൽ നിന്ന് മാറാവ്യാധികളും പ്രകൃതി ദുരന്തങ്ങളും അകലം പാലിച്ചു. മണ്ണിൽ നിന്നകന്നുപോയ ബുദ്ധിശൂന്യതയുടെ ആ കെട്ടകാലം സമ്മാനിച്ച ദുരിതങ്ങളും ജീവിതശൈലീ രോഗങ്ങളും. നെൽകൃഷി മണ്ണിനെ നീരണിയിക്കുന്ന, അന്നമെന്ന പൊന്നുവിളയിക്കുന്ന ജീവിതക്രമം ഇവിടെ തുടങ്ങുകയായി, ഞാറ്റുപാട്ടിൻ്റെ താളത്തിനൊപ്പം. പെണ്ണെ ഒരു നൂല് തുണ്ടം കോരി വച്ചില്ല പെണ്ണെ ദൈ നേരം വെളുത്തില്ല പെണ്ണെ നേരോടടുത്തില്ല പെണ്ണെ ഒരു നൂല് തുണ്ടം കോരി വച്ചില്ല പെണ്ണെ ദൈ വായനാവാരത്തിൽ കാർഷിക സമൃദ്ധിയിലേക്ക് ഒരു ഹരിതഭാവന. ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുന്നനാട് ഏലായിലെ മറ്റ് കൃഷികൾ നടത്തിയിരുന്ന പാടങ്ങളാണ് ഈ വായനാവാരത്തിൽ കതിരണിയാനൊരുങ്ങുന്നത്. പൂഴനാട് നീരാഴിക്കോണം ഭാവന ഗ്രന്ഥശാല ആൻഡ് കലാസാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ നെൽകൃഷിക്ക് വീണ്ടും തുടക്കം കുറിച്ചത്. വായനാ പക്ഷാചരണത്തിലാണ് ഹരിതഭാവന എന്ന പേരിൽ കാർഷിക വായനയ്ക്ക് ഭാവന ഗ്രന്ഥശാല മുന്നിട്ടിറങ്ങിയത്. രക്തശാലി എന്ന ഔഷധ ഗുണമുള്ള നെൽവിത്താണ് കൃഷിക്കായി ഇവിടെ ഉപയോഗിക്കുന്നത്. ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ 2 ഹെക്ടറോളം വിസ്തൃതിയിലാണ് നെൽകൃഷി വ്യാപിപ്പിക്കുന്നത്. പാറശാല MLA CK ഹരീന്ദ്രന്റെ അധ്യക്ഷതയിൽ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ഞാറുനടിയിൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട മുഖ്യാതിഥിയായിരുന്നു. കാർഷിക സ്വയം പര്യാപ്തത നേടുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഒന്നാം പിണറായി സർക്കാരും തുടർന്ന് രണ്ടാം പിണറായി സർക്കാരും രൂപപ്പെടുത്തിയ പദ്ധതികൾക്ക് ഇവിടെ ഇന്ന് ഉത്സവഛായയിൽ തുടക്കം കുറിക്കുകയാണ്. കേരളത്തിനാകെ മാതൃകയായി നമ്മുടെ പാറശാല നിയോജക മണ്ഡലം അദ്ദേഹം MLA ആയതിനു ശേഷം തന്നെ 14 ഹെക്ടറിൽ നിന്ന് 60 ഹെക്ടറിലേക്ക് ഏതാണ്ട് 5 ഇരട്ടി വളർച്ച. ഇത് കാർഷിക മേഖലയിൽ മാത്രമല്ല, ഈ നിയോജകമണ്ഡലത്തിൽ എല്ലാ മേഖലയിലും അദ്ദേഹം MLA ആയതിനു ശേഷം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നെല്ലരി വേണം, അതിനാവശ്യമായിട്ടുള്ള നെല്ലരി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന നെൽകൃഷി വേണം. അതിനുള്ള പരിശ്രമമാണ്. അതിൽ ഒരു ശരിയായിട്ടുള്ള ആ കാര്യത്തിലൊരു ഡെഡിക്കേഷനാണ് ഭാവന ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത്. 4 ഏക്കർ കൃഷിയിലേക്ക് വരാൻ പോവുകയാണ്. നെഹ്റു യുവകേന്ദ്ര ഡെപ്യൂട്ടി ഡയറക്ടർ അലി സാബ്രിൻ,
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലാൽകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെറുപുഷ്പം, വൈസ് പ്രസിഡന്റ് ഷിബു ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി മേബിൾ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മിനർവ സുകുമാരൻ, ഉഷാകുമാരി, മഞ്ജു സുരേഷ്, ജനപ്രതിനിധികളായ സത്യനേശൻ, ബിന്ദു, മിനി വിജയൻ, ജയലക്ഷ്മി, ശ്രീകുമാർ തുടങ്ങി ജനപ്രതിനിധികൾ, കാർഷിക വികസന സമിതി പ്രതിനിധികൾ, കർഷക പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭാവന പ്രസിഡന്റ് പൊടിനാട് ഗോപൻ സ്വാഗതവും കൃഷി ഓഫീസർ കിരൺ റിപ്പോർട്ടും അവതരിപ്പിച്ചു. നടീൽ ഉത്സവത്തിന്റെ ഭാഗമായി ചേറിലെ കാൽപന്ത് മത്സരം ഏറെ ആവേശം വിതറി. നടീൽ ഉത്സവത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച കാവ്യ സദസ്സിൽ അഖിലൻ ചെറുകോട്, അജി താവലോട്, കുന്നനാട് സുധാകരൻ, ദുഷ്യന്തൻ കുച്ചപ്പുറം എന്നിവർ വയൽപ്പാട്ടുകൾ അവതരിപ്പിച്ചു. ഗതകാല സ്മരണകളേറ്റു പാടുമ്പോൾ നിരയൊത്ത ഞാറ്റടി പാടവരമ്പത്ത് പുതുമഴ ഏറ്റു നടന്ന കാലങ്ങളെ പരമകം ജ്യോതിയായി തെളിയേണ്ട ബോധം ഇരുളലയ്ക്കുള്ളിൽ തളച്ചിട്ടു കാലം. സ്കൂൾ വിദ്യാർത്ഥികളും കർഷകരും നാട്ടുകാരും അടങ്ങുന്ന വൻ ജനാവലിയാണ് ഒരു നാടിൻ്റെ കാർഷിക സമൃദ്ധിയിലേക്കുള്ള തിരിച്ചുപോക്കിന് സാക്ഷ്യം വഹിക്കാൻ കുന്നനാട് ഏലായിലെത്തിയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തൂ. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.